അവിടെ പ്രധാന ലക്ഷ്യം പിതാവിന്റെ ഖബർ സന്ദർശനവും അതോടൊപ്പം തന്നെ പ്രവാചകന്റെ വാപ്പയുടെ കുടുംബക്കാര് വെല്ലുമ്മയുടെ കുടുംബക്കാര് മദീനയിലുണ്ട്, അവരെയും സന്ദർശിക്കലായിരുന്നു ലക്ഷ്യം. എന്നാൽ മദീനയിൽ നിന്നും സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവി രോഗബാധിതയായി മരണപ്പെടുകയായിരുന്നു. മദീനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പ്രവാചകൻ വരുന്നതിന് മുമ്പ് യസ്രിബ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. യസ്രിബ് എന്ന പേര് അത്ര നല്ല പേരൊന്നുമല്ല. അറബികൾക്കിടയിൽ മദീന പണ്ട് കാലത്ത് ഒരു രോഗബാധിത നാട് എന്ന രീതിയിൽ പ്രസിദ്ധമായിരുന്നു. മദീനയിലൂടെ കടന്നു പോകുന്നവർക്ക് പലപ്പോഴും രോഗം വന്ന് മരണപ്പെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയതിനു ശേഷം, ഹിജ്റ ചെയ്തു വന്നതിന് ശേഷമാണ് മദീനയ്ക്ക് ഇന്ന് കാണുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ നാട്ടിൽ വരുന്ന ആളുകൾക്ക് നാടിനോട് ഇണക്കമുണ്ടാവുകയും ചെയ്തത് പ്രവാചകൻ ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിയതിനു ശേഷമാണ്. മദീനയിൽ എത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടം മുഴുവനും മദീനയിൽ വരുന്നവർ മിക്കവരും രോഗബാധിതരാകുമായിരുന്നു. പല ആളുകളും മരണപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ മദീന അങ്ങനെ ഒരു അത്ര നല്ലതല്ലാത്തൊരു സ്ഥലമായിരുന്നു യസ്രിബ്. മദീനയല്ല, യസ്രിബ് അക്കാലത്ത്. പിന്നീട് പ്രവാചകൻ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയതിനു ശേഷമാണ് ആ യസ്രിബ് എന്ന പേര് മാറി മദീനത്തു റസൂലില്ല അല്ലെങ്കിൽ മദീന തയ്യിബ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുകയും ഒരുപാട് തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇന്ന് മദീനയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മടങ്ങി പോരാൻ പറ്റാത്ത തരത്തിൽ മദീനയുമായി അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് അടുപ്പം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പിന്നീട് പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് ആയതാണ്. അങ്ങനെ പ്രവാചകന്റെ മാതാവ് അബവാ എന്ന സ്ഥലത്ത് വെച്ച് രോഗബാധിതയായി മരണമടഞ്ഞു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു ഐമൻ പ്രവാചകനെയും കൂട്ടി മക്കയിലേക്ക് വന്നു. പ്രവാചകന്റെ വാപ്പയുടെ പിതാവ് പ്രവാചകന്റെ പിതാമഹൻ അബൂ താലിബിന്റെ കയ്യിൽ, അബൂ താലിബ് അല്ല ക്ഷമിക്കണം, അബ്ദുൽ മുത്തലിബ്, അബൂ താലിബ് അല്ല ക്ഷമിക്കണം, എഴുതിയത് തെറ്റാണ്. പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ പ്രവാചകനെ കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് പ്രവാചകന്റെ കാര്യങ്ങൾ നോക്കി നടത്തിയത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് പ്രായമുള്ള വൃദ്ധനായ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിതാവ് നഷ്ടപ്പെട്ടു ജനിക്കുന്നതിന് മുമ്പേ. ജനിച്ചതിന് ശേഷം ഉടനെ തന്നെ മാതാവ് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവും പിതാവും നഷ്ടപ്പെട്ട തന്റെ മകന്റെ മകൻ എന്ന തരത്തിൽ അബ്ദുൽ മുത്തലിബ് വളരെയധികം വാത്സല്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത്. വളരെയധികം പ്രവാചകനോട് അനുകമ്പ് കാണിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രവാചകനുമായിട്ടൊരു പ്രത്യേക തരത്തിൽ ബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല പറയപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രവാചകന് മറ്റാർക്കും ഇല്ലാത്തൊരു സ്ഥാനം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം പറയപ്പെടുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹം മക്കയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ബനു ഹാഷിം കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. മാത്രമല്ല കഅബയിൽ നടക്കുന്ന മതകീയമായ കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചിരുന്നത് അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. കഅബയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും കഅബയിൽ നടക്കുന്ന ആരാധന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക മുതലായ കാര്യങ്ങളെല്ലാം അബ്ദുൽ മുത്തലിബ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അബ്ദുൽ മുത്തലിബിന് കഅബയുടെ തണലിൽ പ്രത്യേകം ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷവും പലപ്പോഴും അവിടെ വന്നിരിക്കുമായിരുന്നു. ജനങ്ങളോട് സംസാരിക്കുവാനും മറ്റു പല കാര്യങ്ങൾ ആലോചിക്കുന്നതിനും വേണ്ടി ആ പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട ഇരിപ്പിടത്തിൽ വന്നിരിക്കുമായിരുന്നു. അദ്ദേഹത്തോടുള്ള ആദരവിന്റെ പേരിൽ ഒരു വ്യക്തിയും ആ ഇരിപ്പിടത്തിൽ ഇരിക്കുമായിരുന്നില്ല. എന്നാൽ ആ ഇരിപ്പിടത്തിൽ പ്രവാചകൻ പലപ്പോഴും വന്നിരിക്കുമായിരുന്നു. വേറെ ആരെങ്കിലും കുട്ടികളൊക്കെ ആ ഇരിപ്പിടത്തിലേക്ക് വേറെ കാലി കിടക്കുമ്പോൾ കയറി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആളുകൾ കുട്ടികളെ മാറ്റുമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വന്ന് ഇരുന്നപ്പോൾ ആളുകൾ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് അത് സമ്മതിച്ചില്ല. ആ കൊച്ചിനെ വിട്ടേക്ക്, അതെന്റെ മകനാണെന്ന് പറഞ്ഞ് അദ്ദേഹം കൂടെ വിളിച്ചിരുത്തുകയാണ് ഉണ്ടായത്. ഇത് പ്രവാചകന് കിട്ടുന്ന ഒരു പ്രത്യേക, അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രത്യേക സ്ഥാനമുള്ളതിന്റെ പേരിലാണ്. മാത്രമല്ല പ്രവാചകന്റെ ചെറിയ കുട്ടിയെ പ്രവാചകന്റെ ഉത്തരവാദിത്വം അബ്ദുൽ മുത്തലിബിനാണ് എങ്കിലും പ്രവാചകന്റെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ഉമ്മു ഐമൻ തന്നെയാണ്.
ഉമ്മൈമനായിരുന്നു പ്രവാചകന്റെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. കാരണം പ്രവാചകന്റെ പിതാവ് അബ്ദുള്ളയുടെ അടിമ സ്ത്രീയായിരുന്നു. അതിനുശേഷം മാതാവിന്റെ കീഴിൽ വന്നു. ഇപ്പോൾ ആ അടിമ സ്ത്രീയുടെ യജമാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പോൾ ഉമ്മു ഐമനാണ് പ്രവാചകന്റെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഉത്തരവാദിത്വം പ്രവാചകന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലായിരുന്നു. എന്നാൽ അബ്ദുൽ മുത്തലിബ് പ്രായമുള്ള ഒരു വ്യക്തിയാണ്, ഒരുപാട് മക്കളുള്ള വ്യക്തിയാണ്. അതിൽപ്പെട്ട ഇളയ പ്രായം കുറഞ്ഞ മകന്റെ ഒരു മകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അധികം താമസിയാതെ പ്രവാചകൻ 8 വയസ്സോളം പ്രായമുള്ളപ്പോൾ പ്രവാചകന്റെ വെല്ലുപ്പ, അതായത് പ്രവാചകന്റെ പിതാവിന്റെ പിതാവും മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം പിന്നെ പ്രവാചകനെ നോക്കി വളർത്തിയതും പ്രവാചകന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സ്വന്തം സഹോദരൻ അബ്ദുൽ മുത്തലിബിന്റെ ഒരു മകനായ പ്രവാചകന്റെ പിതാവിന്റെ സ്വന്തം സഹോദരൻ എന്ന് പറയാനുള്ള കാരണം അബ്ദുൽ മുത്തലിബിന് പല ഭാര്യമാരിൽ പല മക്കളുമുണ്ട്. എന്നാൽ അബ്ദുള്ളയുടെയും പ്രവാചകന്റെ പിതാവ് അബ്ദുള്ളയുടെയും അബൂ താലിബ്, ഇവർ രണ്ടുപേരുടെയും മാതാവ് ഒന്നായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കുടുംബപരമായ നല്ല അടുപ്പമുള്ളവരായിരുന്നു. മാത്രമല്ല അബ്ദുൽ മുത്തലിബ് പറയപ്പെടുന്നുണ്ട്, അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നതിന് മുമ്പ് അബൂ താലിബിനോട് വസിയത്ത് ചെയ്തിരുന്നു, പ്രവാചകന്റെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ പ്രത്യേകം നോക്കണമെന്ന് വസിയത്ത് ചെയ്തിരുന്നു. പിന്നീട് അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുമ്പോട്ട് വളർത്തിയത്. അബൂ താലിബ് പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു. അബൂ താലിബ് ദീർഘകാലഘട്ടം ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അബൂ താലിബ് മരണപ്പെടുന്നത് പ്രവാചകന് 50 വയസ്സുള്ളപ്പോഴാണ്. അതായത് പ്രവാചകൻ നുബുവത്ത് കിട്ടി പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് അബൂ താലിബ് മരണപ്പെടുന്നത്. പ്രവാചകന് 50 വയസ്സുള്ളപ്പോഴാണ് അബൂ താലിബ് മരണപ്പെടുന്നത്. അബൂ താലിബ് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും പ്രവാചകന്റെ സംരക്ഷണത്തിനായി പ്രവാചകന്റെ കൂടെ തന്നെ നിന്നിരുന്നു. അബൂ താലിബ് സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള വ്യക്തിയായിരുന്നില്ല. സാമ്പത്തികമായി അല്പം പുറകിലായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം പ്രവാചകന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. പ്രവാചകന്റെ പിതാവിന്റെ ഇളയ സഹോദരനാണ് അബൂ താലിബ്. അബൂ താലിബിന് വേറെ മക്കളുണ്ട്, ജാഫർ, അതേപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അബൂ താലിബിന്റെ മക്കളാണ്. പ്രവാചകൻ ഇദ്ദേഹത്തിന്റെ കൂടെ ദീർഘകാലം ജീവിച്ചിരുന്നു. പ്രവാചകന്റെ 50-ാം വയസ്സിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷെ നുബൂവത്തിന്റെ കാലഘട്ടം ഇദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിലും ഇസ്ലാം സ്വീകരിക്കുന്നതിനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നാലും ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ബിംബാരാധനയിൽ നിന്നും ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് പ്രബോധനം ആരംഭിച്ചപ്പോൾ മക്കയിൽ ഖുറൈശികൾ പലരും പ്രവാചകനെ മർദ്ദിക്കുവാനും പ്രവാചകനെ കൊല്ലുവാനും വേണ്ടി പലപ്പോഴും ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അബൂ താലിബ് ഉള്ളതിന്റെ പേരിൽ മാത്രമാണ് അവർക്കതൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നത്. അബൂ താലിബിന്റെ ജീവിത കാലഘട്ടം വരെ പ്രവാചകന് മക്കയിൽ ഉപദ്രവങ്ങളൊന്നും നേരിട്ട് ഏറ്റിരുന്നില്ല. അബൂ താലിബ് മരണപ്പെട്ടതിന് ശേഷമാണ് പിന്നെ പ്രവാചകന് ദേഹോപദ്രവങ്ങളൊക്കെ ഏൽക്കാൻ തുടങ്ങിയതും പിന്നീട് പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ ചെയ്ത് പലായനം ചെയ്ത് മക്ക വിട്ടുകൊണ്ടു പോകാൻ നിർബന്ധിതനായതും അബൂ താലിബിന്റെ കാലത്തിന് ശേഷമാണ്. ഇത്രത്തോളം പ്രവാചകന് താങ്ങും തണലുമായി അബൂ താലിബ് നിന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകിയില്ല. വിഷയം മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? അതിനുശേഷം പിന്നീട് അബൂ താലിബ് പലപ്പോഴും കച്ചവടാർത്ഥം, നമുക്കറിയാം ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കച്ചവടമില്ലാതെ ജീവിതമില്ല. കച്ചവടമില്ലാതെ ഖുറൈശികൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഖുറൈശികളുടെ കയ്യിൽ സമ്പത്തുണ്ട്, പക്ഷെ അവർക്ക് മക്കയിൽ സാധനങ്ങൾ ലഭ്യമല്ല. പല നാടുകളിൽ നിന്ന് പോയി കൊണ്ടുവന്നാലാണ് മക്കയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. കൃഷിയില്ല, കന്നുകാലി വളർത്തൽ മക്കയിലില്ല. അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മക്കയിൽ എത്തിക്കേണ്ടി വരും. അപ്പോൾ ഇതിന്
അവർ യാത്രയിലൂടെ യമനിലേക്കും സിറിയയിലേക്കുമുള്ള യാത്രയിലൂടെയാണ് മക്കാരുടെ സമ്പാദ്യം ഉണ്ടാക്കിയത്. മക്കാർക്ക് സമ്പത്ത് ഉണ്ടായിരുന്നു. പട്ടണത്തിൽ താമസിക്കുന്നവരായതിന്റെ പേരിൽ, നന്നായിട്ട് കച്ചവടം ചെയ്യുന്നവരായതിന്റെ പേരിൽ അവർക്ക് നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു മക്കാർക്ക്, പ്രത്യേകിച്ച് ഖുറൈശികൾക്ക്. ഇത് അബൂ താലിബിനോടൊപ്പം കഴിയുന്ന സമയത്ത് ഒരു പ്രസിദ്ധമായ ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് പ്രവാചകന്റെ 11ാം വയസ്സിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്റെ 9ാം വയസ്സിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അബൂ താലിബ് ഒരു വേള സിറിയയിലേക്ക് കച്ചവടാവശ്യാർത്ഥം യാത്ര തിരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എപ്പോഴും നടക്കുമായിരുന്നു. പ്രവാചകനെ അദ്ദേഹം സ്വന്തം മോനെ പോലെയാണ് അബൂ താലിബ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അബൂ താലിബ് യാത്ര തിരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് കണ്ടപ്പോൾ പ്രവാചകന് വലിയ വിഷമം വന്നു. കാരണം അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിരിക്കുന്നതിനുള്ള വിഷമം വന്നതിന്റെ പേരിൽ പ്രവാചകനെ കരയുകയുണ്ടായി. അപ്പോൾ ഇത് കണ്ട് അലിവ് തോന്നി അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെ കൂട്ടി, സിറിയയിലേക്കുള്ള യാത്രയിൽ കൂടെ കൂട്ടിയതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. സാധാരണ യാത്രകൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്ന് വെച്ചാൽ സിറിയയിലേക്കുള്ള ഒരു യാത്ര 2, 3, 4 ആഴ്ചകളൊക്കെ എടുക്കുന്ന യാത്രയാണ്. എളുപ്പമുള്ള യാത്രയല്ല, നല്ല ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ യാത്രക്ക് പലരും യാത്രക്ക് ആരോഗ്യമുള്ള, ശക്തിയുള്ള ആളുകളെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. ആവശ്യമുള്ള ആളുകൾ മാത്രമേ പോകാറുള്ളൂ. അനാവശ്യമായിട്ട് ആരെയും കൊണ്ടുപോകാറുമില്ല. ഒരു കുട്ടികളെയും അവർ കൊണ്ടുപോകാറില്ല യാത്രയിൽ. പക്ഷെ ഈ യാത്രയിൽ അബൂ താലിബ് പ്രവാചകനോടുള്ള ഈ അലിവ് തോന്നിയതിന്റെ പേരിൽ അദ്ദേഹം നിർബന്ധിതനായി പ്രവാചകനെയും കൂടെ കൂട്ടി സിറിയയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ സിറിയയിലേക്കുള്ള യാത്ര മധ്യേ സിറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാം എന്ന പേരിലാണ് അന്നറിയപ്പെടുക. ഷാം, ഇന്നത്തെ സിറിയ, ജോർദാൻ, ലബനാൻ, ഫലസ്തീൻ, ഈ നാടുകൾ ഉൾപ്പെടുന്ന മേഖലയ്ക്ക് മൊത്തം എന്ന് പറയുന്ന പേര് ഷാം എന്നാണ്. അപ്പൊ ഷാമിലേക്കാണ് യാത്ര തിരിക്കുന്നത്. അറേബ്യ കഴിഞ്ഞ് ഷാമിലേക്ക് എത്തുമ്പോഴുള്ള ആദ്യത്തെ പട്ടണമാണ് ബുസ്ര. ബുസ്ര എന്ന സ്ഥലത്ത് വെച്ചൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടെ വെച്ച് ഒരു ക്രൈസ്തവരുടെ ഒരു മഠമുണ്ട്. ആ മഠത്തിന്റെ താമസിക്കുന്ന ഒരു പുരോഹിതനായ ബുഹൈറ എന്ന വ്യക്തിയെ അവര് യാദൃശ്ചികമായി അവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ഈ യാത്രാ സംഘത്തെ കണ്ട് ബുഹൈറ, സാധാരണ യാത്രാ സംഘങ്ങൾ കടന്നു പോകാറുണ്ട്, എന്നാൽ ബുഹൈറ ഈ പ്രവാചകനുള്ള യാത്രാ സംഘത്തെ ഒരു പരിധിയിലധികം വളരെ ആദരവോടുകൂടി സൽക്കരിക്കുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും എന്നിട്ട് അവർക്ക് യാത്രക്കുള്ള സൗകര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കാരണം അദ്ദേഹം ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞിരുന്നു. പ്രവാചകൻ യാത്രാ സംഘത്തിൽ പ്രവാചകന് മാത്രം മേഘം തണലിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല പല അത്ഭുതകരമായ സംഭവങ്ങൾ കണ്ടതിന്റെ പേരിലാണ് ഇദ്ദേഹം ഈ രീതിയിൽ പ്രവർത്തിച്ചത് എന്ന് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം ഈ ചരിത്രകാരന്മാരിൽ തന്നെ ഈ സംഭവം രേഖപ്പെടുത്താത്ത ചരിത്രകാരന്മാരുമുണ്ട്. ഈ സംഭവത്തെ നിഷേധിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. ഇത് ശരിയല്ല എന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. ഇങ്ങനെ ഒരു യാത്രയിൽ പ്രവാചകനെ ഈ ബുഹൈറ എന്ന പുരോഹിതനെ കണ്ടുമുട്ടുകയും പിന്നെ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഈ കുട്ടിയെയും കൂട്ടി ഉടനെ തന്നെ നാട്ടിലേക്ക് മടങ്ങുക, യഹൂദികളിൽ നിന്നും പ്രത്യേകം സൂക്ഷിക്കണം, ഈ കുട്ടിയുടെ ഭാവി മഹത്തരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് അവരെ തിരിച്ചു മക്കയിലേക്ക് മടക്കി അയക്കുന്നുണ്ട്. ഇത് ചില ചരിത്രകാരന്മാർ ഈ സംഭവത്തെ നിഷേധിക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം ഒന്നാമത്തെ കാരണം വിശ്വാസയോഗ്യമായ തെളിവിലൂടെ അല്ല ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സംഭവത്തെ പല പാശ്ചാത്യരും ഇസ്ലാമിക വിമർശകരായ ആളുകളും ഇസ്ലാമിനെതിരെ വിമർശിക്കാനുള്ള ഒരു കാരണമാക്കാറുണ്ട്. എന്താന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും അറിയുന്ന വ്യക്തിയായിരുന്നില്ല. പക്ഷേ ഖുർആനിൽ അറബികൾക്കറിയാത്ത തൗറാത്തിലും ഇഞ്ചീലിലുമുള്ള പല പല സംഭവങ്ങളും വളരെ വ്യക്തമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ എങ്ങനെ ഖുർആനിൽ വന്നു എന്നത് പ്രവാചകന്റെ മുഅ്ജിസത്താണ്. ഇതിനെ ഇസ്ലാം വിമർശകരായ ആളുകൾക്ക് ഇതിനെ നിഷേധിക്കേണ്ടി വരും.
ഇത് പ്രവാചകന് വേദഗ്രന്ഥങ്ങൾ വായിച്ച് ഖുർആൻ പകർത്തി എഴുതിയതാണ് എന്ന് വാദിക്കേണ്ടി വരുമ്പോൾ അവർക്ക് പ്രവാചകൻ എഴുത്തും വായനയും അറിയാത്തതിന്റെ പേരിൽ അത് പറയാൻ പറ്റൂല. അപ്പൊ അതിന് പോംവഴിയായി അവര് കണ്ടെത്തിയ ഒരു മാർഗമാണ് അന്ന് യാത്രയിൽ വെച്ച് ബുഹൈറ എന്ന പാതിരി എന്ന ആ ഒരു പുരോഹിതൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് പിന്നീട് പ്രവാചകൻ മുഹമ്മദ് ഖുർആനായിട്ട് എഴുതി ഉണ്ടാക്കിയത് എന്നാണ് ചില വിമർശകര് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് മാത്രമല്ല, അതിനു മുമ്പേ തന്നെ പല കാരണങ്ങളുടെ ഈ സംഭവം, ഒന്നാമത്തെ കാര്യം, ഈ സംഭവം വിശ്വാസയോഗ്യമായി സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ ഇനി അഥവാ വിശ്വാസയോഗ്യമായി സ്ഥിരപ്പെട്ടാൽ തന്നെ ഇങ്ങനെ ഒരു വിമർശനം ഇവിടെ വരാൻ സാധിക്കുകയില്ല. കാരണം പ്രവാചകൻ ആ യാത്ര പോയത് 9 അല്ലെങ്കിൽ 11 വയസ്സിലാണ്. ഈ 9 വയസ്സിൽ 11 വയസ്സിൽ മാത്രമല്ല, ആകെ ഈ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആ ബുഹൈറയുടെ അടുക്കൽ തങ്ങിയിരിക്കുന്നത് ഒരു നേരം മാത്രമാണ്. ഒരു ദിവസം പോലും പൂർണ്ണമായി തങ്ങിയിട്ടില്ല. ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു നേരം മാത്രമാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് ഖുർആൻ എഴുതാൻ ഉള്ള പാകത്തിന് കാര്യങ്ങൾ കേൾക്കുകയും അത് പിന്നീട് 10-30 വർഷം കഴിഞ്ഞിട്ട് ഖുർആനായിട്ട് എഴുതി ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല. മാത്രമല്ല, പ്രവാചകന്റെ പ്രായം ഒന്ന് കൂടിപ്പോയാൽ 11 വയസ്സാണ്. അപ്പൊ 11 വയസ്സുള്ള കുട്ടിക്ക് ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മ നിൽക്കുകയും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ഈ സംഭവം സീറയുടെ ഗ്രന്ഥങ്ങളിൽ, പ്രവാചക ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിലും ഈ സിറിയയിലേക്ക് യാത്ര തിരിക്കുകയും ബുഹൈറ എന്ന പുരോഹിതനെ കാണുകയും സംവദിക്കുകയും ചെയ്ത സംഭവം ഉണ്ടെങ്കിലും ഇത് വിശ്വാസയോഗ്യമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ചരിത്രത്തിന്റെ പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം ദഹബിയെ പോലെയുള്ള ആളുകളൊന്നും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഈ സംഭവം ശരിയല്ല എന്ന് അവർ വ്യക്തമായി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ പോലും ഒരു പൂർണ്ണമായിട്ട് ഒരു 100% ഇത് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ തെളിവുകളൊന്നും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. വിഷയം മനസ്സിലായല്ലോ? പിന്നെ മാത്രമല്ല, പ്രവാചകന്റെ ആ കാലത്തുള്ള വളരെ കുറഞ്ഞ സംഭവങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പ്രവാചകന്റെ ജീവിതകാലത്ത് പ്രവാചകൻ ദാവത്ത് തുടങ്ങിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് സഹബാക്കള് കേൾക്കുകയും അത് അടുത്ത തലമുറയ്ക്ക് പകർത്തി കൊടുക്കുകയും ചെയ്തത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ നുബുവത്ത്, പ്രവാചകനാകുന്നതിന് മുമ്പ് സാധാരണ ഒരു അറബി പയ്യനായിരുന്നു. അപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും ആരും പ്രത്യേകം ശ്രദ്ധിക്കുകയോ അത് ഓർമ്മവെക്കുകയും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരു പരിധിയിലധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് വിശ്വാസയോഗ്യത കൽപ്പിക്കാൻ പറ്റുകയില്ല. അടുത്തത് പ്രവാചകന്റെ തൊഴിലാണ്. അങ്ങനെ പ്രവാചകൻ ഏകദേശം ഒരു എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കാൻ പ്രായമായപ്പോൾ, അതായത് അന്ന് കാലത്ത് ഇന്ന് പോലെ പഠനമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. അറേബ്യയിൽ തന്നെ എഴുത്തും വായന അറിയാവുന്ന ആളുകള് വിരലിൽ എണ്ണാവുന്ന 1-2 ആളുകൾക്ക് മാത്രമേ എഴുത്തും വായന അറിയാവുള്ളൂ. വേറെ ആർക്കും എഴുത്തും വായനയൊന്നും അറിയില്ല. അന്ന് കുട്ടികളൊന്നും ചെറുപ്പത്തിൽ തന്നെ എഴുത്തും വായനയും പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസം നൽകുന്ന ഒരു രീതിയൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രായമായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഏതെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെട്ട് പിന്നെ ജീവിതം പരിശീലിക്കലാണ് ചെയ്യുക. അപ്പോൾ പ്രവാചകൻ ഏകദേശം എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ ചെയ്യാൻ ഉള്ള പ്രായം എത്തിയപ്പോൾ പ്രവാചകൻ സ്വന്തം ഉപജീവനം നടത്തുന്നതിന് വേണ്ടി ആടുകളെ മേക്കുമായിരുന്നു. മക്കാർക്ക് ആടുണ്ടായിരുന്നു, പക്ഷെ മക്കയിൽ മേയാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മക്കാരായ ആളുകള് ചെറിയ കൂലിക്ക് ആളെ നിർത്തിയിട്ട് മക്ക ചുറ്റും മലയാണല്ലോ, മലക്ക് അപ്പുറത്തുള്ള താഴ്വരയിൽ കൊണ്ടുപോയി മേക്കാൻ വേണ്ടി വിടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കൂലിക്ക് വേണ്ടി, ആ ഒരു ജോലിക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേയിച്ചിട്ടുണ്ട്. ഹദീസിൽ വന്നിട്ടുണ്ട്, അള്ളാഹു നിയോഗിച്ച പ്രവാചകർ എല്ലാവരും ആട് മേയിച്ചിട്ടുണ്ട്, ഞാനും ആടുകളെ മേയിച്ചിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ ആട് മേയിച്ചിരുന്നു. മാത്രമല്ല, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ എല്ലാവരും ആട് മേയ്ക്കുന്ന തൊഴിൽ ചെയ്തിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആട് ഒരു വളരെ ലളിതമായ സോഫ്റ്റ് ആയ ഒരു ജീവിയാണ്. കാളയും പോത്ത് അതേപോലെ വലിയ മൃഗങ്ങളെ പോലെയല്ല. അതിനെ നമുക്ക് ഒരുപാട്
ഒച്ചെടുക്കുകയോ അതേപോലെ തന്നെ തല്ലുകയോ ഒന്നും ചെയ്യേണ്ടി വരൂല ആടുകളെ. അപ്പൊ നമ്മുടെ മനസ്സും അതനുസരിച്ച് ലോലമായി തീരും. മറ്റൊരു കാര്യം, നമ്മൾ മേയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. കൂടെ ആരും ഉണ്ടാവൂല. നമ്മൾ ആരുമില്ലാത്ത സ്ഥലത്തേക്കായിരിക്കും പോവുക. പുല്ലുകൾ തേടി, പച്ചപ്പ് തേടി പോകേണ്ടി വരും. അപ്പോൾ വിജനമായ സ്ഥലത്ത് നമ്മളും ആട്ടിൻപറ്റവും പിന്നെ സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പല ചിന്തകളും നമുക്ക് വരും. ഞാൻ എന്തിനു ജീവിക്കുന്നു, ലോകത്തിന്റെ ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കണം, ഈ മുതലായ പല പല ചിന്തകളും വരും. ഏകാന്ത ജീവിതത്തിലൂടെ പലരും ഈ പറയ വേദങ്ങളിൽ പറയപ്പെടുന്നുണ്ടല്ലോ, സന്യാസികൾ തപസ്സിരിക്കുക, ഒറ്റയ്ക്ക് പോവുക എന്ന് പറഞ്ഞ. അപ്പൊ ആ ഒരു അവസ്ഥ പലപ്പോഴും ഈ ആട് മേയ്ക്കുകളിൽ ഉണ്ടാവും. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കാം. ഈ ഞാൻ എന്തിനീ ലോകത്ത് ജീവിക്കുന്നു, ലോകത്ത് ഏതാണ് ശരിയായ ജീവിത രീതി മുതലായ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒരു മുമ്പോട്ടുള്ള ജീവിതത്തിന് സഹായകമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ആടുകൾക്ക് ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളായിരിക്കും. അത് ആടുകളെ മേയ്ക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. സ്ഥിരമായിട്ട് ഓരോ ആടിനും ഓരോ പ്രത്യേക തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കും. അപ്പൊ ഓരോരുത്തരെയും ആ ഓരോ ആടിനെയും അതിൻ്റെതായ സ്വഭാവങ്ങൾ മനസ്സിലാക്കി ഓരോന്നിനോടും അതിൻ്റെതായ രീതിയിൽ പെരുമാറേണ്ടി വരും. കാരണം എന്താ, പിന്നീട് നുബൂവത്ത് കിട്ടുമ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. അപ്പൊ സമൂഹത്തിൽ പല സ്വഭാവത്തിലുള്ള പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരോട് പലതരത്തിൽ പെരുമാറേണ്ടി വരും. അപ്പൊ അതിനെല്ലാം ഉള്ള ഒരു പരിശീലനം കൂടിയാണ് ഈ ആടുമേക്കല്. അതുകൊണ്ട് പ്രവാചകന്മാർ എല്ലാവരും ആടുകളെ മേയിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ ഏറ്റവും ചെറുപ്പകാലത്താണ്. പിന്നീട് പ്രവാചകൻ ഒരു 18-19 വയസ്സാകുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കച്ചവടത്തിലേക്ക് തിരിഞ്ഞിരുന്നു. തീരെ കാലത്താണ് പ്രവാചകൻ ആടുകളെ മേയിച്ചിരുന്നത്. അതിന്റെ ഇടയ്ക്ക് മക്കയിൽ സംഭവിച്ച ഒരു സംഭവമാണ് ഫിജാർ യുദ്ധം. പ്രവാചകന്റെ 15 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 17, 14, 15, 16, 17 ഈ വയസ്സിനിടയ്ക്കാണ് ഈ സംഭവം നടക്കണമെന്നാണ് പറയുക. ഒരു യുദ്ധം, ഫിജാർ യുദ്ധം. ഫിജാർ എന്ന് പറഞ്ഞാൽ ആ അർത്ഥം തന്നെ അധാർമികത എന്നാണ്. അധാർമികമായ യുദ്ധം എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. അതായത് സംഭവം ഇതാണ്: ഖുറൈശികൾ ഉൾപ്പെടുന്ന കിനാന ഗോത്ര സമൂഹം കിനാന ഗോത്രത്തിൽ ഒരു വലിയ സമൂഹമാണ്. നമുക്ക് പ്രവാചകന്റെ പിതാക്കന്മാരുടെ പേര് നമ്മൾ പറഞ്ഞല്ലോ: മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിബിന്, അബ്ദുൽ മുത്തലിബിന്, ഹാഷിമിബിന്, അബ്ദുമനാഫിബിന്, ഖുസൈബിന്, കിലാബിബിന്, മുറത്തിബിന്, കാബിബിന്, ലുഅയ്യിബിന്, ഗാലിബിന്, ഫിഹ്ർ ബിൻ മാലിക്. ഈ ഫിഹ്ർ ബിൻ മാലിക്കാണ് ഖുറൈഷ്. പിന്നെയും ഈ ഗോത്രം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കിനാനത്തുബിന്, ഹുസൈമത്തുബിന്, കിനാന എന്ന് പേര് വരുന്നുണ്ട്. അപ്പൊ കിനാന എന്ന വലിയൊരു ഗോത്ര സമൂഹത്തിൽ, കിനാന ഒരു വ്യക്തിയുടെ പേരാണ്. ആ വ്യക്തിയുടെ മക്കൾ പല പല ഗോത്രങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഗോത്രമാണ് ഖുറൈഷ്. അപ്പോ ഖുറൈഷ് എന്നത് കിനാന ഗോത്ര സമൂഹത്തിലെ ഒരു ഗോത്രമാണ്. ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. കിനാന ഗോത്ര സമൂഹവും ഇവർക്ക് നേരെ എതിരായിട്ട് കൈസ് എന്ന പേരുള്ള ഗോത്ര സമൂഹവും തമ്മിൽ ഉണ്ടായ മക്കയിൽ വെച്ച് നടന്ന ഒരു ഏറ്റുമുട്ടലാണ് ഫിജാർ യുദ്ധം. ഇത് ഒറ്റൊരു ഏറ്റുമുട്ടലായിരുന്നില്ല. പല ഒന്ന് രണ്ട് വർഷങ്ങളിലായി പല പല സമയങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലിനാണ് ഈ ഫിജാർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഇതിന്റെ കാരണങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രവാചകന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഇതിന്റെ കാരണങ്ങളിലേക്ക് പോകണ്ട. അപ്പൊ പിന്നെ നമ്മുടെ വിഷയം ദീർഘിച്ചു പോകും. ഇവിടെ ഫിജാർ യുദ്ധം എന്ന് പേര് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, മക്ക അറബികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ സ്ഥലമാണ് മക്ക. മക്കൾക്കുള്ളിൽ ആരും ആരെയും വധിക്കുമായിരുന്നില്ല. മക്ക ഒരു ഹറമായി കണക്കാക്കിയിരുന്നു. മക്കയിൽ ആരും വാളുയർത്തുമായിരുന്നില്ല. എന്നാൽ ഈ യുദ്ധം നടക്കുമ്പോൾ കിനാന കുടുംബത്തിൽ ഗോത്ര സമൂഹത്തിൽപ്പെടുത്താനുള്ള ഖുറൈശികള് യുദ്ധത്തിന്റെ ഇടയിൽ ഖുറൈശികൾക്ക് പരാജയം വന്നു തുടങ്ങിയപ്പോൾ, ഖുറൈശികൾ എന്ന് പറഞ്ഞ കിനാനക്കാരുടെ ഗ്രൂപ്പിന് പരാജയം സംഭവിച്ചു തുടങ്ങിയപ്പോൾ അവർ രക്ഷാർത്ഥം മക്കൾക്കുള്ളിലേക്ക് ഓടി അഭയം പ്രാപിച്ചു. പണ്ടുകാലം മുതൽ അറബികൾ മക്കൾക്കുള്ളിൽ യുദ്ധം ചെയ്യുമായിരുന്നില്ല. ഇവര് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് മക്കൾക്കുള്ളിൽ അഭയം തേടി ഹറമിൽ വന്ന് അഭയം തേടിയിരുന്നു. അപ്പൊ കാരണം എന്താ, അവര് വിചാരിച്ചു ഹറമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കൈസ് ഗോത്രക്കാർ ഇവരെ വെറുതെ വിട്ടേക്കും, വധിക്കൂലാന്ന് വിചാരിച്ചുകൊണ്ട് വന്നു.
പക്ഷേ പതിവിന് വിപരീതമായിട്ട് ഹറമിൽ വെച്ച് പോലും യുദ്ധം നടക്കുകയുണ്ടായി. ഹറമിൽ വെച്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും രക്തച്ചൊരിച്ചിലുകൾ വരികയുണ്ടായി. അതുകൊണ്ടാണ് യുദ്ധത്തിന് ഹർബുൽ ഫിജാർ എന്ന പേര് ഇതിനുണ്ടായത്. പ്രവാചകൻ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും പ്രവാചകൻ സഹായം കൊടുക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ പിതൃവ്യനായ അബൂ താലിബും അതേപോലെ തന്നെ മറ്റ് ഹംസ, അതേപോലെ തന്നെ സുബൈർ, അബ്ബാസ് ഇങ്ങനെയുള്ള പിതൃവ്യന്മാര് പോയിട്ടുണ്ട്. ഇവരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പോയിരുന്നു. പ്രവാചകൻ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രായത്തിൽ എത്തിയിട്ടില്ല. എന്നാലും പ്രവാചകൻ യുദ്ധത്തിന് പോയി. പ്രവാചകൻ യുദ്ധത്തിന് പോയിട്ട് യുദ്ധത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ നിർവഹിച്ചിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അമ്പെയ്ത്ത് നടക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എതിർപക്ഷത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന അമ്പുകൾ പലപ്പോഴും ഉന്നം തെറ്റി അവിടെയൊക്കെ വീഴും. അപ്പോൾ ഈ അമ്പുകൾ തന്നെ തിരിച്ച് ഇവർ അങ്ങോട്ടും എടുത്തിട്ട് അയക്കും. അപ്പോൾ ഈ അമ്പുകൾ പറക്കാൻ വേണ്ടി പ്രവാചകൻ കൂടിയിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ പ്രവാചകൻ 15-ാം വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു യുദ്ധത്തിൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും യുദ്ധത്തിലേക്ക് പ്രവാചകന്റെ പിതൃവ്യന്മാരോടൊപ്പം പങ്കെടുത്തിരുന്നു. പിന്നീട് അതിനുശേഷം ഈ മക്കയിൽ പലപ്പോഴും ഇങ്ങനെ യുദ്ധമൊക്കെ നടന്നു. ധാർമ്മികമായിട്ട് ഒരുപാട് അധപ്പതനം മക്കാർക്ക് ഉണ്ടായിരുന്നു. പ്രവാചകൻ 20-ാം വയസ്സിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഹെൽഫുൽ ഫുബൂൽ. ഹെൽഫുൽ എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ, ശപഥം എന്നാണ് ഹെൽഫിന്റെ അർത്ഥം. ഫുബൂൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്, ഉത്കൃഷ്ടമായത് എന്നാണ് അർത്ഥം. അപ്പൊ ഉത്കൃഷ്ടമായ നല്ല ഒരു പ്രതിജ്ഞ എന്നാണ് അർത്ഥം. അതായത് പ്രവാചകന് 20 വയസ്സോളം പ്രായമായപ്പോൾ മക്കയിൽ കച്ചവടത്തിനായി വന്ന, വിദേശത്ത് നിന്ന് വെളിയിൽ നിന്ന് വന്ന ഒരു വ്യക്തി, അദ്ദേഹം മക്കാരനായ ഒരു പ്രമാണിക്ക് ഒരു വസ്തു വിൽക്കുകയും, ഹജ്ജിന്റെ സീസണിലാണ് സംഭവം നടക്കുന്നത്, ഒരു വസ്തു വിൽക്കുകയും ഹജ്ജ് കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ മക്കാരനായ വ്യക്തി പൈസ കൊടുക്കാതെ അത് താമസിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പ്രമാണിയായതിന്റെ പേരിൽ ഈ വ്യക്തിക്ക് ചോദിച്ചിട്ടും കിട്ടുന്നുമില്ല. മക്കയിൽപ്പെട്ട പല നേതാക്കന്മാരുടെ അടുക്കൽ പോയി ആ വ്യക്തി സഹായം ചോദിച്ചെങ്കിലും ആരും സഹായിക്കാനും തയ്യാറായില്ല. കാരണം മക്കാരനായ പൈസ കൊടുക്കാനുള്ള വ്യക്തി അദ്ദേഹം നേതാവായിരുന്നു. ആസ് ബിൻ വായിൽ എന്ന പേരുള്ള സാദ് ബിൻ അമ്രുബിൻ ആസിന്റെ പിതാവായ ആസ് ബിൻ വായിലായിരുന്നു ആ വ്യക്തി. അദ്ദേഹം പൈസ കൊടുക്കാതെ, ആ വെളിയിൽ നിന്ന് വന്ന കച്ചവടക്കാരന്റെ പൈസ കൊടുക്കാതെ താമസിപ്പിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹം കുറേശികളായ പല ആളുകളുടെ അടുത്ത് പോയി സഹായം ചോദിച്ചുവെങ്കിലും ആരും സഹായിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഇത് കണ്ട് വിഷമം തോന്നിയ കുറച്ച് ചെറുപ്പക്കാരായ മക്കയിലെ ആളുകൾ അവര് അബ്ദുല്ലാഹിബിൻ ജുദാൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് അവര് പരസ്പരം ഇക്കാര്യം ചർച്ച ചെയ്യുകയും അവര് എല്ലാവരും ചേർന്ന് പ്രതിജ്ഞ എടുത്തു. അതിൽ പ്രവാചകന് പങ്കായിരുന്നു. അതായത് മക്കയിൽ ഇനി ഒരു അനീതി ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കുകയില്ല. മക്കയിൽ ആക്രമിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആക്രമിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുകയും ആക്രമിക്കപ്പെട്ടവർക്ക് അക്രമികളിൽ നിന്ന് നീതി വാങ്ങിക്കൊടുക്കുകയും ചെയ്യും എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇതിനെയാണ് ഹെൽഫുൽ ഫുദൂൽ എന്ന് പറയപ്പെടുന്നത്. പ്രവാചകനും ഇതിൽ പങ്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ജാഹിലിയ കാലത്ത് നുബൂവത്തിന് മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് ഈ സംഭവത്തെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പ്രവാചകന്റെ യൗവന കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മാത്രമല്ല പ്രവാചകൻ ഏകദേശം ഈ ഒരു കാലഘട്ടമായപ്പോൾ കച്ചവടത്തിലേക്ക് പതുക്കെ തിരിഞ്ഞിരുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് കച്ചവടവുമായി ബന്ധപ്പെട്ട അടുത്ത പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? സംശയങ്ങൾ ചോദിക്കാം. ശരി, എന്നാ കൺക്ലൂഡ് ചെയ്യാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.